പുതിയ ഒരു വർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം നമ്മെ അനുവദിച്ചതിൽ ഇന്നേ ദിവസം നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഓരോ വർഷവും ദൈവത്തിൻ്റെ ദാനമാണ് എന്ന തിരിച്ചറിവോടുകൂടി പുതിയ തീരുമാനങ്ങളോടും ഉറച്ച ബോധ്യങ്ങളോടും കൂടെ പുതുവർഷത്തെ സമീപിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഈ ആരാധനയിൽ പങ്കുചേരുന്ന ഏവരെയും സഹായിക്കട്ടെ. പുതുവർഷത്തിൽ നമ്മിലുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വയം തിരിച്ചറിവാണ്. ഇന്നലകളിൽ എൻ്റെ ജീവിതത്തെക്കുറിച്ച് ദൈവം എങ്ങനെയാണ് കാണുന്നത് എന്ന് അന്വേഷിക്കാനുള്ള മനസ്സുണ്ടാകും. ഞാൻ എൻ്റെ ജീവിതത്തെ ഇന്നലെ വരെ എങ്ങനെ കൊണ്ടുപോയി എന്നതിനേക്കാൾ ഉപരി ദൈവം എൻ്റെ ജീവിതത്തെ ഇന്നലെ വരെ എങ്ങനെ കണ്ടു എന്നത് പ്രധാനപ്പെട്ടതാണ്. ഈ സ്വർഗീയമായ ആരാധനയുടെ മധ്യേ ഒരു വചനം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. യേശു പറഞ്ഞൊരു ഉപമയാണിത്. ഈ ഉപമയിൽ ക്രിസ്തു സംസാരിച്ചിരിക്കുന്നത് നമ്മെക്കുറിച്ചാണോ എന്ന് നാം പരിശോധിക്കണം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങളാണ്. അവൻ ഈ ഉപമ പറഞ്ഞു. ഒരുവൻ മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചു. അതിൽ പഴമുണ്ടോ എന്ന് നോക്കുവാൻ അവൻ വന്നു. എന്നാൽ ഒന്നും കണ്ടില്ല. അപ്പോൾ അവൻ കൃഷിക്കാരനോട് പറഞ്ഞു, 3 വർഷമായി ഞാൻ ഈ അത്തിവൃക്ഷത്തിൽ നിന്ന് ഫലം അന്വേഷിച്ചു വരുന്നു, എന്നാൽ ഒന്നും കാണുന്നില്ല. അത് വെട്ടിക്കളയുക, എന്തിന് നിലം പാഴാക്കണം? കൃഷിക്കാരൻ അവനോട് പറഞ്ഞു, യജമാനനെ, ഈ വർഷം കൂടെ അത് നിൽക്കട്ടെ. ഞാൻ അതിൻ്റെ ചുവട് കിളച്ച് വളമിടാം. മേലിൽ അത് ഫലം നൽകിയേക്കാം. ഇല്ല എങ്കിൽ നീ അത് വെട്ടിക്കളഞ്ഞുകൊള്ളുക. പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു വിളയെ നോക്കി, ഒരു അത്തിവൃക്ഷത്തെ നോക്കി യജമാനനും കൃഷിക്കാരനും തമ്മിൽ സംസാരിക്കുന്ന ഒരു സംവാദമാണ് ഈ ഉപമ. ഇവിടെ ഒരു അത്തിവൃക്ഷമുണ്ട്. അത് യജമാനൻ നട്ട് നനച്ച അത്തിവൃക്ഷമാണ്. എന്നാൽ 3 വർഷമായി യജമാനൻ ആ അത്തിയുടെ ചുവട്ടിൽ പണിയെടുത്തിട്ടും അത് ഫലം കായ്ക്കുന്നില്ല. നിലം പാഴാക്കി നിന്നപ്പോൾ അത് വെട്ടിക്കളയാൻ യജമാനൻ ആവശ്യപ്പെടുകയും, എന്നാൽ കൃഷിക്കാരൻ അല്പം കൂടെ അവധി ചോദിക്കുകയാണ്. യജമാനനെ, ഒരാണ്ടുകൂടെ അതൊന്ന് നിൽക്കട്ടെ, ഞാൻ അതിൻ്റെ ചുവട്ടിലൊന്ന് കിളച്ച് വളമിട്ട് നോക്കട്ടെ. ഇവിടെ യജമാനനെ യഹോവയായ ദൈവമാണ് എങ്കിൽ, ഇവിടെ ഈ കർഷകൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അതേ പ്രിയപ്പെട്ടവരെ, ദൈവത്താൽ നട്ട് നനയ്ക്കപ്പെട്ട് വളർത്തപ്പെട്ട നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന് ഫലമില്ലാതെ പോയപ്പോൾ ഒരു ഘട്ടത്തിൽ വെട്ടിക്കളയാൻ വരെ ചിന്തിച്ചതാകാം നമ്മെ. എന്നാൽ യേശു ക്രിസ്തു എന്ന ഉത്തമ കർഷകന്റെ വിലയേറിയ അപേക്ഷ വഴിയായി ദൈവം നമുക്ക് വീണ്ടും ഫലം പുറപ്പെടുവിക്കാനായി നിലനിർത്തി തന്നിരിക്കുന്ന ഒരു വർഷമാണ്, ഒരു പുതിയ വർഷം എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ദൈവത്തെ മറന്ന് നാം ജീവിച്ചു പോയ കാലയളവിനെ കുറിച്ച് നമുക്ക് നല്ലവണ്ണം പശ്ചാത്തപിച്ച് ഈ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കണം. ഇന്നലകളിൽ ഫലം പുറപ്പെടുവിക്കാതെ പോയതുപോലെ ആകരുത് പുതിയ വർഷം. നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്നവന്റെ വിലയേറിയ മാധ്യസ്ഥം വഴിയായി
നമുക്ക് നീട്ടപ്പെട്ടു കിട്ടിയതാണ് ഈ പുതിയ വർഷമെന്ന അവബോധത്തോടെ, നമുക്ക് അനുതാപത്തോടെ ഈ പുതിയ വർഷത്തെ സമീപിക്കാം. യെശയ്യാ പ്രവചനം 1-ാം അധ്യായത്തിൻ്റെ 2-3 തിരുവചനങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നു. ആകാശങ്ങളെ ശ്രവിക്കുക, ഭൂതലമേ ശ്രദ്ധിക്കുക, കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, എന്നാൽ അവർ എന്നോട് കലഹിച്ചു. കാള അതിൻ്റെ ഉടമസ്ഥനെ അറിയുന്നു, കഴുത അതിൻ്റെ യജമാനന്റെ തൊഴുത്തും. എന്നാലോ ഇസ്രായേൽ അത് ഗ്രഹിക്കുന്നില്ല, എൻ്റെ ജനമോ അത് മനസ്സിലാക്കുന്നില്ല. ഈ പുതിയ വർഷത്തിലേക്ക് പോകുമ്പോൾ ഫലം പുറപ്പെടാതെ നിൽക്കുന്ന നമ്മെ ഓർത്തുള്ള സ്വർഗത്തിൻ്റെ ഈ വിലാപം നാം കേൾക്കണം. ഇന്നലകളിൽ ഫലം പുറപ്പെടാതെ പോയതിനെ ഓർത്ത് അനുതപിച്ച് നമുക്കായി യേശുക്രിസ്തുവിൻ്റെ അപേക്ഷ പ്രകാരം ലഭിച്ചിരിക്കുന്ന പുതിയ വർഷത്തിൽ ആവോളം ഫലം പുറപ്പെടുവിക്കാൻ നമുക്ക് കഴിയണം. നമുക്ക് സ്വർഗത്തിൻ്റെ ഈ വിലാപം ശ്രദ്ധിക്കാം, നമ്മയോർത്തുള്ള ഈ വിലാപം ശ്രദ്ധിക്കാം. യെശയ്യാ പ്രവാചകനിലൂടെ സംസാരിക്കപ്പെട്ട ഈ വിലാപം ശ്രദ്ധിക്കാം. നമ്മുടെ കുറവുകളെ ഓർത്ത് ആഴമായി അനുതപിക്കാം. ആമേൻ. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് മത്സരിക്കുന്നു. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് മത്സരിക്കുന്നു. കാള തൻ്റെ ഉടയവനെ അറിയുന്നു, കഴുത തൻ്റെ യജമാനനെ അറിയുന്നു. യജമാനന്റെ പുൽത്തൊട്ടിയും കഴുത നന്നായി അറിയുന്നു, എന്നാൽ എൻ്റെ ജനമോ എന്നെ അറിയുന്നില്ല. നമ്മൾ തമ്പുരാനെ അറിയാതെ ഇന്നലകളിൽ ജീവിച്ചതിനെ ഓർത്ത് സ്വർഗം വിലപിക്കുകയാണ്. യെശയ്യാ പ്രവാചകനിലൂടെ സ്വർഗം തൻ്റെ വിലാപം നമ്മോട് പങ്കുവെക്കുകയാണ്. നമുക്കും അനുതപിക്കാം, ഇന്നലകളിലെ കുറവുകളെ ഓർത്ത് അനുതപിക്കാം. നമ്മുടെ നാഥനെ അറിയാതെ പോയതിനെ ഓർത്ത് കണ്ണുനീരോടെ പശ്ചാത്തപിക്കാം. കാളതന്റെ ഉടയവന്റെ, കഴുത തന്റെ യജമാനന്റെ, പുൽത്തൊട്ടി അറിയുന്നല്ലോ, എൻ ജനമോ അറിയുന്നില്ല. കാളതന്റെ ഉടയവന്റെ, കഴുത തന്റെ യജമാനന്റെ, പുൽത്തൊട്ടി അറിയുന്നല്ലോ, എൻ ജനമോ അറിയുന്നില്ല. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് മത്സരിക്കുന്നു. പാപത്തിൻ്റെ ഭാരം
ചുമക്കുന്ന ജനമാണ് നാം. ദുഷ്പ്രവൃത്തി ചെയ്ത് ജീവിച്ച ഒരു തലമുറയുടെ മക്കളാണ് നാം. വഷളായി ദൈവത്തെ മറന്ന് നടക്കുന്നൊരു സമൂഹമാം. ആ നമ്മെ ഓർത്ത് സ്വർഗത്തിന് ദുഃഖമാണ്. അങ്ങനെ നാം ഇന്നലെകളിൽ ജീവിച്ചതിനെ ഓർത്ത് നമുക്ക് ദൈവസന്നിധിയിൽ പശ്ചാത്തപിക്കാം. ഇല്ല തമ്പുരാനെ, ഇനി അങ്ങേ മറന്നൊരു ജീവിതമില്ല എന്ന് ഉറച്ച തീരുമാനത്തോടെ മടങ്ങി വരാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ആമേൻ. ഭാരം ചുമക്കും ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ മക്കളെ, വഷളായി നടക്കും ജനം, ദൈവമാരെന്നറിയുന്നില്ല. അകൃത്യഭാരം ചുമക്കും ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ മക്കളെ, വഷളായി നടക്കും ജനം, ദൈവമാരെന്നറിയുന്നില്ല. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, മക്കളെ പോറ്റി വളർത്തി അവരെന്നോടും മത്സരിക്കുന്നു. കാലത്തിന്റെ അടയാളങ്ങളെ തിരിച്ചറിയാൻ യേശു നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. അതേ, മഴ വരുന്നതെപ്പോൾ, വെയിൽ വരുന്നതെപ്പോൾ, വേനൽ വരുന്നതെപ്പോൾ, വൃക്ഷം തളിർക്കുന്നതെപ്പോൾ എന്നെല്ലാം നാം അറിഞ്ഞതുപോലെ നമ്മുടെ കർത്താവിൻ്റെ വരവ്, സ്വർഗം നമ്മെക്കുറിച്ച് കാണുന്നത് എങ്ങനെ, ഇതെല്ലാം അന്വേഷിക്കാനും തിരിച്ചറിയാനും നമുക്ക് ബാധ്യതയുണ്ട്. അതേ പ്രിയപ്പെട്ടവരെ, ആകാശത്തിൻ്റെ ചലനങ്ങളും പ്രകൃതിയുടെ വിക്ഷോഭങ്ങളുമെല്ലാം പ്രപഞ്ചത്തിലെ പക്ഷിമൃഗാദികളെല്ലാം തിരിച്ചറിയുന്നുണ്ട്. കൊക്കും മീവൽ പക്ഷിയുമെല്ലാം തൻ്റെ കാലം അറിയുന്നുണ്ട്. എന്നാൽ മനുഷ്യൻ മാത്രം കാലത്തെ തിരിച്ചറിയുന്നില്ല. ഇതാ കാലം കഴിഞ്ഞു പോകുന്നു. പുതിയ സംവത്സരങ്ങൾ നമ്മുടെ മുൻപിലേക്ക് എത്തുന്നു. പുതിയൊരു വർഷത്തിലേക്ക് അവൻ നമ്മെ കൊണ്ടുപോകുന്നു. നമുക്കും തിരിച്ചറിയാൻ കഴിയണം കാലത്തിൻ്റെ അടയാളങ്ങളെ. നമുക്കും അന്വേഷിക്കാൻ കഴിയണം കാലത്തിൻ്റെ സൂചനകളെ. ആമേൻ. ആകാശത്തിൻ പെരുഞ്ഞാരയും കൊക്കും മീവൽ പക്ഷിയും അവ തന്റെ കാലമറിയും, എൻ ജനവും അറിയുന്നില്ല. ആകാശത്തിൻ പെരുഞ്ഞാരയും കൊക്കും മീവൽ പക്ഷിയും അവ തന്റെ കാലമറിയും, എൻ ജനവും അറിയുന്നില്ല. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരെന്നോടും മത്സരിക്കും. ചേർന്ന് പാടാം എല്ലാവരും. ആകാശമേ കേൾക്കാം, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരെന്നോടും മത്സരിക്കും. ഒരിക്കൽ
ഒന്നുകൂടെ ചേർന്ന് പാടാം. ആകാശമേ കേൾക്കാം, ആകാശമേ കേൾക്കാം, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് മത്സരിക്കുന്നു, അവരെന്നോട് മത്സരിക്കുന്നു. ദൈവത്തോടുള്ള മത്സരമാണോ ഇന്നലെ വരെയുള്ള ജീവിതം? എന്തെല്ലാം കാര്യങ്ങൾക്കാണ് തമ്പുരാനുമായി ഇന്നലെ വരെ നിങ്ങൾ മത്സരിച്ചിട്ടുള്ളത്? ജീവിതത്തിൻ്റെ കുറവുകളെ ഓർത്ത്, നമുക്ക് കിട്ടാത്ത അനുഗ്രഹങ്ങളെ ഓർത്ത്, നമുക്ക് കിട്ടാത്ത സൗഖ്യങ്ങളെ ഓർത്ത്, നമുക്ക് ലഭിക്കാതെ പോയ മാനുഷിക നന്മകളെ ഓർത്ത്, നമുക്ക് ലഭിക്കാതെ പോയ സാമ്പത്തിക സൗകര്യങ്ങളെ ഓർത്ത് പരാതി തന്നെ ആയിരുന്നില്ലേ കഴിഞ്ഞ വർഷം മുഴുവനും? നന്ദിയുടെ, സ്തോത്രത്തിൻ്റെ അനുഭവങ്ങൾ നമ്മിൽ ഉണ്ടായിരുന്നോ? അതേ യജമാനൻ ഏറെ പ്രതീക്ഷയോടെ നട്ട് നനച്ച് വളർത്തിയ ആദിവൃക്ഷം പോലെ സ്വർഗം നമ്മെ ഏറെ പ്രതീക്ഷയോടെയാണ് ഈ ഭൂമിയിൽ നിലനിർത്തിയത് എങ്കിലും ഫലം പുറപ്പെടാതെ പരാതി മാത്രം നിറഞ്ഞു നിന്നൊരു ജീവിതമായിരുന്നോ നമ്മുടേത്? എങ്കിൽ അനുതപിക്കാൻ ഈ പുതിയ ആണ്ടിൻ്റെ തുടക്കത്തിൽ സ്വർഗം നമ്മെ ക്ഷണിക്കുകയാണ്. നമ്മിൽ നിന്ന് പുതിയ ആണ്ടിൽ പുറപ്പെടേണ്ടത് പരാതികളല്ല, പരിഭവങ്ങളല്ല, ആത്മാവിൻ്റെ ഫലങ്ങളാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഫലം നിറഞ്ഞുള്ളൊരു ജീവിതം നമ്മിൽ നിന്ന് പുറപ്പെടുമ്പോൾ നമ്മുടെ പുതിയ ആണ്ട് ഏറ്റവും ഫലപുഷ്ടിയുള്ളതായി മാറും. ആത്മഫലം നമ്മുടെ ജീവിത പരിസരങ്ങളിൽ നാം പ്രകടിപ്പിക്കുമ്പോൾ പരാതികൾ മാറി നമുക്ക് സന്തോഷം ലഭിക്കും. അവഗണനകളെ ഓർത്ത്, കുറ്റപ്പെടുത്തലുകളെയും കുത്തുവാക്കുകളെയും വേദനകളെയും കുരിശിനെയും ഒന്നും ഓർത്ത് നമുക്ക് പിന്നെ പരാതിയേ ഉണ്ടാകില്ല. നമുക്ക് ലഭ്യമാകാതെ പോയ മാനുഷിക സൗകര്യങ്ങളെ ഓർത്ത് നമുക്ക് തീരെ സങ്കടം വരില്ല. ആത്മഫലം പുറപ്പെടുവിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ആ വ്യക്തിക്ക് ഭൗതികമായി എന്തെല്ലാം നഷ്ടപ്പെട്ടാലും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിറഞ്ഞു തുളുമ്പുന്ന ഒരാനന്ദം മാത്രമേ ഉണ്ടാകൂ. പുതിയ ആണ്ടിൽ നമുക്ക് വേണ്ടത് അതല്ലേ? ഉള്ളിൽ ആനന്ദം വേണമെന്നല്ലേ ആഗ്രഹിക്കുക? ഉള്ളിൽ സന്തോഷത്തിൻ്റെ ഒരു ജീവിതാനുഭവം വേണമെന്നല്ലേ ആഗ്രഹിക്കുക? ആത്മഫലം പുറപ്പെടുവിക്കൂ. സന്തോഷമുള്ളൊരു ഭാവി നിനക്കായി സ്വർഗം കരുതിയിരിക്കുന്നു. ആത്മാവേ, പരിശുദ്ധാത്മാവാൻ ദൈവമേ, അവിടുന്ന് എൻ്റെ ഉള്ളിൽ വന്ന് നിറയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ആത്മഫലങ്ങളാൽ ഈ പുതിയ ആണ്ടിൽ നിറയപ്പെടാൻ തീവ്രമായി നമുക്ക് ദാഹിക്കാം, ആഗ്രഹിക്കാം. ആത്മാവേ, പരിശുദ്ധാത്മാവേ, അവിടുന്ന് എന്നിൽ നിറയണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, അവിടുന്ന് എന്നിൽ നിറയണമേ. ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാമോ? ആത്മാവേ, പരിശുദ്ധാത്മാവേ, അവിടുന്ന് എന്നിൽ നിറയണമേ. ഒരിക്കൽ കൂടെ പാടി പ്രാർത്ഥിക്കാമോ? ആത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, അവിടുന്ന് എന്നിൽ
കത്തി വെട്ടിക്കളയട്ടെ എന്ന് യജമാനൻ പറഞ്ഞപ്പോൾ ആ കർഷകൻ യജമാനനോട് ആവശ്യപ്പെട്ടത് എന്തെന്ന് ഓർമ്മയില്ലേ? യജമാനനെ, ഒരാണ്ടുകൂടെ ഒന്ന് നിൽക്കട്ടെ, ഞാൻ അതിൻ്റെ ചുവട്ടിലൊന്ന് കിളച്ച് വളമിട്ട് നോക്കാം, ഫലം പുറപ്പെടുവിക്കുമോ എന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അതേ പ്രിയരെ, അടുത്ത ആണ്ടിലെങ്കിലും നമ്മിൽ നിന്ന് ഫലം പുറപ്പെടുമോ എന്ന് സ്വർഗം ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ടത് സ്വർഗത്തിന്റെ പ്രതീക്ഷയാണ് എന്ന ബോധ്യത്തോടെ നമ്മിൽ നിന്ന് ഫലം പുറപ്പെടുന്നത് നമ്മെക്കുറിച്ചുള്ള സ്വർഗത്തിന്റെ പ്രതീക്ഷയാണ് എന്ന തിരിച്ചറിവോടെ നമുക്ക് ആഗ്രഹിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവേ, എന്നിൽ നിറയണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, അവിടുന്ന് എന്നിൽ നിറയണമേ. വീണ്ടും ആത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, അവിടുന്ന് എന്നിൽ നിറയണമേ. സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം, ഇവയെല്ലാം കൊണ്ട് ഈ പുതിയ ആണ്ടിൽ നാം നിറയണം. നമ്മുടെ ജീവിത പരിസരങ്ങളിലെല്ലാം ഈ 9 ഫലങ്ങൾ നാം പുറപ്പെടുവിക്കണം. ആ ഉറച്ച തീരുമാനമെടുത്തുകൊണ്ട് ഒരിക്കൽ കൂടി ആത്മാവിനെ വിളിച്ചുകൊണ്ട് ഈ ഫലങ്ങളാൽ നിറയുന്നതിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട്, ആത്മാവേ, അവിടുന്ന് എന്നിൽ നിറയണമേ എന്ന് ദാഹത്തോടെ പ്രാർത്ഥിക്കാം. ആത്മാവേ, പരിശുദ്ധാത്മാവേ, അവിടുന്ന് എന്നിൽ നിറയണമേ. ആഗ്രഹത്തോടെ ആത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, അവിടുന്ന് എന്നിൽ നിറയണമേ. ഒരിക്കൽ കൂടെ ആഗ്രഹിച്ചു പാടിക്കേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, അവിടുന്ന് എന്നിൽ നിറയണമേ. യഹോവ നല്ല ഇടയനാണ്. നമ്മെ എങ്ങനെ നയിക്കണമെന്ന് നല്ല ബോധ്യമുള്ള ദൈവം. പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് അവൻ എന്നെ നയിക്കും. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് അവൻ എന്നെ നടത്തും. എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയും. യഹോവയുടെ ആലയത്തിൽ ഞാൻ ദീർഘകാലം സന്തോഷത്തോടെ വസിക്കും. ഇത് നമ്മുടെ പ്രത്യാശയാണ്. 23-ാം സങ്കീർത്തനത്തിലൂടെ സങ്കീർത്തകൻ പങ്കുവെക്കുന്ന പ്രത്യാശ. ഈ പുതിയ ആണ്ടിൻ്റെ തുടക്കത്തിൽ ഈ പ്രത്യാശയോടെ നമുക്കതിനെ സമീപിക്കാം. എനിക്ക് ഈ ആണ്ടിൽ ദൈവത്തിൻ്റെ കരുതൽ അനുഭവിച്ചുള്ള ഒരു മനോഹരമായ ജീവിതം സമ്മാനമായി ലഭിക്കും. ഉറച്ച ബോധ്യത്തോടെ, നിറഞ്ഞ സന്തോഷത്തോടെ നമുക്ക് നമ്മുടെ തമ്പുരാനെ ആരാധിക്കാം. യാഹ് നല്ല ഇടയൻ, എന്നും എൻ്റെ നായകൻ. ആമേൻ. എന്നും എന്റെ പാലകൻ, എനിക്ക് ഖേദമൊന്നുമേ. യാഹ് നല്ല ഇടയൻ, എന്നും എന്റെ പാലകൻ, എനിക്ക് ഖേദമൊന്നുമേ.
സ്വച്ഛമാം നദിക്കരയിലും ക്ഷേമമായി പോറ്റു ക്ഷേമമായി പോറ്റു നിന്നെ സ്നേഹമോട് യേശുനായകൻ യാഹ് നല്ല ഇടയൻ എന്നും എൻ്റെ പാലകൻ എനിക്ക് ഖേദമൊന്നുമേ യാഹ് നല്ല ഇടയൻ എന്നും എൻ്റെ പാലകൻ എനിക്ക് ഖേദമൊന്നുമേ. കൂരിരുളിൻ താഴ്വരയതിൽ ഏകനായി സഞ്ചരിക്കും കൂരിരുളിൻ താഴ്വരയതിൽ ഏകനായി സഞ്ചരിക്കും ആദ്യം എന്നെ പാർത്തിടുന്നതും ആത്മനാഥൻ കൂടെയുള്ളതാ ആദ്യം എന്നെ പാട്ടിടുന്നതും ആത്മനാഥൻ കൂടെയുള്ളതാ യാഹ് നല്ല ഇടയൻ എന്നും എൻ്റെ പാലകൻ എനിക്ക് ഖേദമൊന്നുമേ യാഹ് നല്ല ഇടയൻ എന്നും എൻ്റെ പാലകൻ എനിക്ക് ഖേദമൊന്നുമേ. ഒന്നുകൂടെ ചേർന്ന് പാടാം. യാഹ് നല്ല ഇടൻ, യാഹ് നല്ല ഇടയൻ എന്നും എൻ്റെ പാലകൻ എനിക്ക് ഖേദമൊന്നുമേ യാഹ് നല്ല ഇടയൻ എന്നും എൻ്റെ പാലകൻ എനിക്ക് ഖേദമൊന്നുമേ. ആമേൻ. ഹല്ലേലൂയ 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 പാടി ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ Thank you Lord, thank you Jesus, worship you Lord. ഹല്ലേലൂയ ഹല്ലേലൂയ പുരാനെ നിനക്ക് നന്ദി, നിനക്ക് സ്തോത്രം. ഹല്ലേലൂയ ഈ പുതുവർഷത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. Thank you Jesus, praise you Jesus. ഹല്ലേലൂയ